ഡിയർ ഫ്രണ്ട്സ്, പെരുന്നാളിന് വാഹനങ്ങളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഓണിലൊക്കെ 7 സീറ്ററിൻ്റെ നല്ലൊരു ചാകരയായിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. സോ മാക്സിമം വിലക്കുറവ് ഫുൾ ഓണിലൊക്കെ നമ്മൾ ക്രിസ്റ്റകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ EMI അടക്കാനുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 90ഓളം വാഹനങ്ങളാണ് നമ്മളെ വിക്ടോയിലുള്ളത്. അതിൽ ഏകദേശം 45ഓളം വാഹനങ്ങൾ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിലും ഉണ്ടാവും. അഫ്സൽക്ക, പെരുന്നാളൊക്കെ ആയിട്ട് അത്യാവശ്യം ഗംഭീര കളക്ഷൻസ് ആണ്. അപ്പൊ നമ്മളെ ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സോദിപ്പുര. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ജമണ്ട ഐറ്റത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട്. ഫസ്റ്റ് തന്നെ ഫുൾ ബ്ലാക്കിൽ ഒരു ഫോർച്യൂണർ നോക്കുന്നവർക്ക് ഇതാണോ ഒരു കിടിലൻ ഐറ്റം. അഫ്സൽ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2017 മോഡൽ 2 വീലർ ഓട്ടോമാറ്റിക്. 17 ആണ് 2 വീലർ ഓട്ടോമാറ്റിക്. ടയേഴ്സ് ഒക്കെ നോക്കി നിങ്ങള് പുത്തൻ ടയേഴ്സ് ആണ്. അൺടച്ചബിൾ, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ്. അത്ര 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ് 2 വീലർ ഓട്ടോമാറ്റിക് 2017 വണ്ടി. ക്വാർട്ടർ ക്ലാസ് വരെ മാറി ഉണ്ടാവല്ലോ. അത്ര 100%. സാധാരണ പുറത്തുനിന്ന് വന്ന വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് റീപ്ലേസുകൾ ഉണ്ടാവാറുണ്ട്. ഇതിന് റീപ്ലേസ് ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 24,30,000 രൂപ കൊടുക്കാം. നമ്പർ ആക്കിയിട്ടാണ് 24,30,000 തരുന്നത്. നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ഇല്ല. മോഡൽ കൂടി 2 ലക്ഷം രൂപ 1-2 ലക്ഷം രൂപ 1-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ചപ്പ് കയറിയിട്ടില്ല എന്നുള്ളതാണ്. സോ നമുക്ക് അത്രയും ഗ്യാരണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന മോഡൽ കൂടിയ ഒരു 2 വീലർ ഓട്ടോമാറ്റിക്. പിന്നെ അടുത്ത 3rd ജനറേഷൻ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളൊരു വാഹനമാണ് 555. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. കണ്ണൂർ രജിസ്ട്രേഷനാണ് വരുന്നത്. ഇതൊക്കെ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2023 മോഡൽ കൂടിയ വണ്ടിയാണ്. 65,000 കിലോമീറ്റർ ഡീസൽ മാനുവൽ. 65,000 കിലോമീറ്റർ ഡീസൽ മാനുവൽ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. 4 ടയേഴ്സ് നമുക്ക് ആവറേജ് കണ്ടീഷൻ വരുന്നുണ്ട്. സ്ക്രീന് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഡീസൽ വണ്ടി. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമുക്കൊരു 10,90,000 രൂപ കൊടുക്കാം. 10,90,000. അതായത് 10 ലക്ഷം ബഡ്ജറ്റിൽ ഒരു SUV ക്രെറ്റ നോക്കുന്നവർക്ക് ലോൺ ഫുള്ളും കൊടുക്കാം. നമുക്ക് ഫുൾ ലോണും കൊടുക്കാം അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് കമ്പനി ഉണ്ട്. സോ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് മായതിന്റെ വണ്ടിയാണ് മായതിന്റെ ഷോറൂം, ഹൂണ്ടായിട്ടാണ് ഹൂണ്ടായി ഷോറൂം, എല്ലാതും കമ്പനി പോയി ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തെടുത്താണ്. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇനി വെന്യൂവിൻ്റെ പല ജനറേഷനുകളുണ്ട്. ബ്രസ്സ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തവണ ഫോർച്യൂണർ തന്നെയാണ് മറ്റു വാഹനങ്ങളിലേക്ക് വരാം. വീണ്ടും തവണ ഒരു വൈറ്റ് ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? നമ്പറൊക്കെ നോക്കി നിങ്ങള് 1111. അത്രയും നല്ല ഫാൻസി നമ്പേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. 2017 മോഡൽ 2 വീലർ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള. നേരത്തെ നമ്മള് പിന്നെ അതർ സ്റ്റേറ്റ് ആയിരുന്നു. ഇത് കേരള ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് വൈറ്റ് ഫിനിഷിംഗ് അല്ലേ? ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 140 കറക്റ്റ് പറയും. ഏറ്റവും രജിസ്റ്റർ ഉണ്ട് വണ്ടി അല്ല? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് തേർഡ്. ഒറിജിനൽ കേരള വാഹനമാണ്. 17 മോഡലില് 2 വീലർ ഓട്ടോമാറ്റിക്കില് വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ ഫോർച്യൂണർ. എത്ര രൂപ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് 25 ലക്ഷം രൂപ കൊടുക്കാം. ഫുള്ളും കൊടുക്കാം. ഫുൾ ഓണില് ഒറിജിനൽ കേരള വണ്ടി. സോ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഫോർച്യൂണർ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒറിജിനൽ കേരള വണ്ടി നമുക്ക് അതും ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. എഗൈൻ വീണ്ടും നമുക്കൊരു ഫോർച്യൂണർ തന്നെയാണ്. ഇത് ഒറിജിനൽ കേരളമാണ് വണ്ടി വരുന്നത്. ഒറിജിനൽ കേരള 2014 2 വീലർ ഓട്ടോമാറ്റിക്. യെസ്. അപ്പോൾ ഒന്നുകൂടെ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഫോർച്യൂണറിന് വിത്ത് ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഹിസ്റ്ററൊക്കെ എല്ലാം പക്കയാണ് വണ്ടി. വണ്ടി 4ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 13,25,000 രൂപ കൊടുക്കാം. 13,25. അതായത് നമുക്കൊരു ക്രിസ്റ്റ്യന്റെ ഒക്കെ പ്രൈസിന് ഒരു ഫോർച്യൂണർ ഉണ്ടാവും. 2 വീലർ ഓട്ടോമാറ്റിക്. അതും ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുള്ളാൻ കിട്ടും. ചിലപ്പോൾ 50-25 രൂപ കൊടുക്കണ്ട. അപ്പൊ ചെറിയൊരു വണ്ടി ഇറക്കുന്ന പോലെ തന്നെ നമുക്കൊരു ഫോർച്യൂണർ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഫോർച്യൂണർ 2 വീലർ ഓട്ടോമാറ്റിക്. അടുത്ത് നമുക്കൊരു മാരുതി സുസുക്കി ബ്രസ്സ 2 വരുന്നുണ്ട്. ഇത് നമുക്ക് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനാണ് വിത്ത് ഫാൻസി നമ്പർ. 53,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കില്. അതും 53,000 കിലോമീറ്റർ. അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ ലോ കിലോമീറ്ററിൽ ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. സോ നമുക്ക് ഡെയിലി യൂസിന് മൈലേജും കംഫർട്ടും കൂടെ തന്നെ നമുക്ക് ഡീസലിന് ഒരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. 53,000 കിലോമീറ്റർ മാത്രം ഓണർഷിപ്പ്, 4 പുത്തൻ ടയർ, കറക്റ്റ് സർവീസ്. അത് നമുക്ക് ഇതിന്റെ ടോപ്പ് ലോഡ് വണ്ടി അല്ലേ?
ഫുൾ കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യിക്കാനില്ല. അതുപോലെ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ 8,30,000 ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണിൽ കൊടുക്കാം. 8.30 ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്, അത് ലോ കിലോമീറ്റർ ഉണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, ഗ്യാരണ്ടി പറയുന്നുണ്ട്. അടുത്ത് വീണ്ടും നമുക്കൊരു പിന്നെ ബ്രസ് തന്നെയാണ്. ഇതിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2018 ZD ഓട്ടോമാറ്റിക് മാനുവൽ. അപ്പൊ നമുക്ക് മാനുവൽ വേണ്ടവർക്ക് മാനുവൽ ഉണ്ട്. ഇത് നമുക്ക് വിത്ത് ഫാൻസി നമ്പറാണ്, കേൾട്ടം BL ഉള്ള നമ്പറാണ്. അത് മലപ്പുറം വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1 lakh കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ്. ഹിസ്റ്ററി ഉണ്ട്. അതും നമുക്ക് മലപ്പുറം വണ്ടി തന്നെയാണ്, ഒന്നും നോക്കാനില്ല. മാനുവൽ വേണ്ടവർക്ക് മാനുവൽ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,75,000 ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു കിടുകാച്ചി ആയിട്ടാണ്. പോളൊക്കെ നോക്കി നടക്കുന്നവർക്ക് ഒരു സ്പോർട്ടി ടൈപ്പില് നല്ല പെർഫോമൻസും അതും വിത്ത് നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു കിഡ്ലം സെക്കൻഡ് ജനറേഷൻ വെന്യൂ. ആണ്, സ്പെഷ്യൽ എഡിഷൻ ആണ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ? ഇത് ഓട്ടോമാറ്റിക് DCT ഓട്ടോമാറ്റിക് ആണ്. സോ നല്ല പക്ക സ്പോർട്ടി പെർഫോമൻസ്, ടർബോ ചാർജ്ഡ് NCTയിൽ N ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. വിത്ത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. ടയേഴ്സൊക്കെ പുത്തൻ ടയേഴ്സ് ആണ്, അതും വൈറ്റ് ഫിനിഷിംഗ് വണ്ടി. എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 2023 കിലോമീറ്റർ 20-something കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓടിച്ചു. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? 10,30,000 കൊടുക്കാം. അപ്പൊ നല്ലൊരു കിഡ്ല വണ്ടിയാണ്, ഫുൾ ലോണും ആണ്, ഓഫർ പ്രൈസ് അല്ലേ? ഞാനൊരു ഫസ്റ്റ് ജനറേഷൻ വരുന്നുണ്ട്, 2022 ഡീസൽ മാനുവൽ. ഇതിന്റെ മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഏകദേശം 20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 33,000 കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ? ഓൺഷിപ്പ് സിംഗിൾ ആണോ? ഓൺഷിപ്പ് സെക്കൻഡ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്ത് എടുത്താൽ മതി. അത്രയും ഗ്യാരണ്ടി വരാം. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ ഫുള്ള് കൊടുക്കാം. ചിലപ്പോൾ 30,000 കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ട്രാക്കിന് 0 ഡൗൺ പേയ്മെന്റ് ആണ്. അല്ലെങ്കിൽ 30-50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കാം. ഡീസലിന് ഒരു 30,000 കിലോമീറ്റർ. അടുത്ത് നമുക്ക് വീണ്ടും ഡീസൽ തന്നെ നല്ല ഫീച്ചേഴ്സും കൂടെ തന്നെ സേഫ്റ്റിയും നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടാറ്റ നെക്സോൺ. നമ്പറൊക്കെ നോക്കി 666 നമ്പർ, സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫുൾ കമ്പനി ഫിറ്റിങ്സിൽ ഡാർക്ക് എഡിഷനിൽ സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം 18-20 മൈലേജും കിട്ടും. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല ഫീച്ചേഴ്സും വരുന്ന മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വേരിയൻറ്റ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 20,000 കിലോമീറ്റർ ഡീസൽ ഡാർക്ക് എഡിഷൻ ഫുൾ ഓപ്ഷൻ ഉണ്ട്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടിയാണ്, ഡാർക്ക് എഡിഷൻ ആണ്. എത്ര രൂപ? 9 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്, അത് ഫുൾ ലോൺ കൊടുക്കാം. ഞാനത് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ നോക്കുന്നവർക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ ഒരു അടിപൊളി വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡൽ 17 റേസിൽ. ഓക്കെ. 53,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസലാണോ? പെട്രോൾ ആണ്. ചെറിയ ഓട്ടോ ഉള്ളവർക്കൊക്കെ നമുക്ക് പ്രവാസികൾക്ക് പറ്റുന്നൊരു വണ്ടി അല്ലേ? ഓഫർ പ്രൈസ് ഇട്ടാ ഇത് കുറക്കാൻ പറയരുത്. ഓക്കെ. 5,60,000 രൂപ കൊടുക്കാം. 5,60,000 ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണില് ക്രെറ്റ, അത് 5,60,000 കേട്ടോ. അടുത്തത് നമുക്ക് തോന്നുന്നു ഇനി എക്കോ സ്പോർട്ട്, അതായത് ബ്ലാക്ക് ആണ്. 2017 മോഡല് ടൈറ്റാനിയം അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. അത് നമുക്ക് ഫുൾ ബ്ലാക്കില് ഒരു എക്കോ സ്പോർട്ട് നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഡീസൽ അല്ല വണ്ടിയായിരുന്നു. പെട്രോൾ ആണ് അല്ലേ? 40,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. നല്ല ക്വാളിറ്റി. നമുക്ക് ഓഫർ പ്രൈസിൽ 4,76,000 രൂപ ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണ്, ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുൾ ബ്ലാക്കിൽ ചെറിയൊരു ബഡ്ജറ്റ് ഒരു എക്കോ സ്പോർട്ട് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് നമുക്ക് ഫുൾ ലോൺ തന്നെ അല്ലേ? ലോൺ ഫുൾ കൊടുക്കാം. അടുത്ത നമുക്കൊരു i20 ആണ്. i20 സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ന്യൂ ഫേസ് ആണ് വരുന്നത്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ ഫുൾ ഓപ്ഷൻ. ആസ്റ്റ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 ദുനിയാലൊന്നും വണ്ടി കിട്ടൂല കേട്ടോ. 5,55,000 രൂപക്ക് പെട്രോൾ മാനുവൽ. അത് നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ അല്ലോ. ലോൺ വേണ്ടൊക്കെ 7 ലക്ഷം രൂപ കൊടുക്കാം. പെരുന്നാളും വലിയ നാളൊക്കെ കൂടുന്നില്ല. അപ്പൊ അതാണ് ഒരു കൊല്ലത്തെ EMI നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ 1.5 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഫുൾ ലോണിൽ കിട്ടുന്ന അല്ലെങ്കിൽ കിഡ്ലം ഫീച്ചേഴ്സും സൺറൂഫ് ഒക്കെ ഏറ്റവും ടോപ്പ് ലോഡ് i20 കേട്ടോ. അടുത്ത ഒരു ബലേനയാണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? അത് പെട്രോൾ ഓട്ടോമാറ്റിക് 2018 CVT ഓട്ടോമാറ്റിക് ആണ്.
സോ നമുക്ക് ടയേഴ്സൊക്കെ 4 ഫുൾ കട്ട ടയേഴ്സാണ് വരുന്നത്. സോ ഒരു CVT ഓട്ടോമാറ്റിക് ഒരു വാഹനം നോക്കുന്നവരെ സംബന്ധിച്ച് മാരുതിൻ്റെ ഒരു വാഹനം അത് നമുക്ക് KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. യെസ്, കിലോമീറ്റർ 60,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിളോ? ഓണർഷിപ്പ് സിംഗിൾ. യെസ്. മേജർ ആക്സിഡന്റ് എന്തുമില്ല. ഒരു 5,75 കൊടുക്കാം നമുക്ക്. 5,75 40,000 റുപ്യ ഉണ്ട് ഇറക്കാം. ഇറക്കും ചെയ്യാം. ചെറിയ പ്രൈസിന് എടുക്കാം. CVT ഓട്ടോമാറ്റിക് ആണല്ലോ. യെസ്, അതും നമുക്ക് ഫുൾ ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത നമുക്കൊരു ടയോട്ട എത്തിയോസ് ലിവ ഡുവൽ ടൂൺ ആണ്, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2018 മോഡൽ BD രജിസ്ട്രേഷന് 160 ഓട്ടം, കറക്റ്റ് സർവീസ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? എന്തുമില്ല. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് നല്ല കംഫർട്ടും കൂടെ തന്നെ നമുക്ക് മെയിൻ്റനൻസ് കുറവുള്ള ഒരു വാഹനങ്ങൾ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് A to Z ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് പറഞ്ഞത് നമ്മൾ ഇത് പ്രൈസ് നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ ഏകദേശം ലോൺ ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട i20 ഒരു കളർ ചേഞ്ച് ആണ്. ഇത് വൈറ്റ് ഫിനിഷിംഗ് ആണ്. 2024 മോഡല് സ്പോർട്സ്. ഓക്കെ, ഫൈനൽ പ്രൈസ് 24 കേട്ടോ. 6 ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 8 ലക്ഷം അടിയിൽ ഇൻഷുറൻസ് ഉണ്ട്. 8 ലക്ഷം രൂപ വരെ ലോണും കൊടുക്കാം. 1.5 ലക്ഷം രൂപ വല്ലന്നല വരെ ചില പൈസയും കൊടുക്കാം. അപ്പോൾ അതാണ് നമുക്ക് 1.5 ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന കിഡ്ല സ്പോർട്ടി ആയിട്ടുള്ള വെഹിക്കിളാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന 24 മോഡൽ അല്ലേ? കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ ഇതേപോലെ 40-50 ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓൺഷിപ്പ് സിംഗിള്. ഓണർഷിപ്പ് സിംഗിൾ. യെസ്, അവിടെ വിക്ടോയിലായിരുന്നു. അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ട് അത്യാവശ്യം 90ഓളം വാഹനങ്ങളാണ് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളിതാണ് ചെറിയ ബഡ്ജറ്റിലാവട്ടെ വലിയ ബഡ്ജറ്റിലെ ഏത് തരം വാഹനങ്ങൾ വേണമെങ്കിലും നല്ല ഓഫർ പ്രൈസിലും മാക്സിമം ഫുൾ ഓണിലൊക്കെ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ വിക്ടോയിൽ അവൈലബിൾ ആണ്. സോ ലൊക്കേഷൻ മറക്കണം, മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാടായി സൗദിപ്പേരി. നമ്പർ കണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് നഫ്സിക്ക സൈനിങ് ഓഫ്.